5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അൻവറിനെ എഴുതിത്തള്ളാൻ വരട്ടെ. നമ്മുടെ അൻവർ 1.5 മാസമാണ്. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ അൻവറിനെക്കുറിച്ച് PV അൻവറിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു 20,000-നടുത്ത് വോട്ട് അൻവർ പിടിക്കും, ചിലപ്പോൾ അൻവർ കയറി ജയിച്ചാലും അത്ഭുതം ഇല്ലെന്നൊക്കെ വരെ ഞാൻ പറഞ്ഞിരുന്നു, പല കണ്ടീഷനുകൾ പറഞ്ഞിട്ട്. എന്തായാലും അൻവർ ജയിച്ചില്ലെങ്കിലും അൻവർ തോൽപ്പിച്ചു സ്വരാജിനെ. പിണറായി സത്തെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞത് അൻവർ നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റി പോലുമില്ലാതെ, ഒരു വാർഡ് കമ്മിറ്റി പോലുമില്ലാതെ അൻവറിന് 20,000 വോട്ട് പിടിക്കാൻ കഴിഞ്ഞത്? അതേ 9 വർഷം MLA ആയിരുന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിശക്തമായ 2 മുന്നണികളെ എതിർത്തുകൊണ്ട് 20,000 വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. 19,000 സംതിങ് 20,000-ത്തിനടുത്ത്. ഇനി അൻവറിന് എഴുതിത്തള്ളാൻ വരട്ടെ. ഒരുപക്ഷെ അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് MP ആക്കാൻ സാധ്യതയുണ്ട് രാജ്യസഭയിലൂടെ. അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അൻവറിൻ്റെ പാർട്ടിക്കാർ എല്ലാ പഞ്ചായത്തിലും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അൻവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബേപ്പൂരിൽ നിർത്തി നമ്മുടെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ അൻവർ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ബേപ്പൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ലീഗിൻ്റെയും കൂടി ഒരു സഹായത്താൽ ബേപ്പൂർ പോകാൻ സാധ്യതയുണ്ട്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇനിയിപ്പോൾ 8-10 മാസക്കാലം നിലമ്പൂരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ വീണ്ടും സാധ്യതകൾ കാണുന്നു. ഇനി UDF എടുക്കുമോ, UDF എടുക്കാമെന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾ നടന്നു വരുന്നു. അപ്പോൾ എന്തായാലും അൻവർ എന്ന ഫാക്ടർ വളരെ ശക്തനാണ് നിലമ്പൂർ എന്ന് പറഞ്ഞു. എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് അദ്ദേഹം 5,000-ന് താഴെ വോട്ട് മാത്രം പിടിക്കും. ഒരു പഞ്ചായത്ത് എടുത്താൽ 10-500 വോട്ട് വെച്ച് ഒരു 5,000-ന് വോട്ട് താഴെ പിടിക്കും. പക്ഷേ 20,000-ത്തോളം വോട്ടെന്ന് പറയുന്നത് വളരെ വലിയ വോട്ടാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ആ വോട്ട് കൂടി സുരാജിൽ നിന്ന് പിടിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ടതാണ്. ചില പഞ്ചായത്തുകളിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്, അതും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ടതാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 25,000-നും 30,000 ഇടയ്ക്ക് വോട്ടിന് ജയിക്കേണ്ടുന്ന ഒരു മണ്ഡലത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻവറിനെ എഴുതിത്തള്ളാൻ വരട്ടെ. അൻവർ വളരെ ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും തിരിച്ചറിയുക. ഇത് ഞാൻ അൻവറിന് അനുകൂലമായി പറയുന്നതല്ല, അവിടെ കാണുന്ന രാഷ്ട്രീയ ട്രെൻഡ്, നാട്ടിൽ കാണുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്ത് പറയുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അൻവറിൻ്റെ ഭാവി അടഞ്ഞു എന്നോ അൻവർ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല. അൻവർ തിരുവനന്തപുരത്തേക്ക് നടന്നായിരങ്ങളുമായി പോയി അസംബ്ലിയിൽ കയറും എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ആ ആഗ്രഹം നടന്നിട്ടില്ല. പക്ഷേ എന്നാലും അൻവർ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അൻവർ ഫാക്ടർ അവിടെ നിലമ്പൂരിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല നിലമ്പൂരിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ളൊരു 4-5 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും മലയോര മണ്ഡലങ്ങളിൽ, പ്രദേശങ്ങളിൽ അൻവറിൻ്റെ സാന്നിധ്യം ശക്തമായി ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രത. എല്ലാവരും അൻവറിസത്തെ കാണാതെ പോകാൻ കഴിയില്ല. ഇനി വടക്കൻ മലബാറിലെ, പ്രത്യേകിച്ച് നിലമ്പൂർ, മലപ്പുറം, കോഴിക്കോട് പ്രദേശങ്ങളിലെ കുറച്ച് മണ്ഡലങ്ങളിലെങ്കിലും ഒരു 4-5 സീറ്റുകളിലെങ്കിലും അൻവറിസമായിരിക്കും പ്രധാന ഹീറോ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത.